Next topic Ajax enabled rich internet applications. നമുക്ക് ആദ്യം റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് എന്നാണ് നോക്കാം. എന്താണ് റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ്? വെബ് ആപ്ലിക്കേഷൻസ് ദാറ്റ് അപ്രോക്സിമേറ്റ് ദ ലുക്ക്, ഫീൽ ആൻഡ് യൂസബിലിറ്റി ഓഫ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്. That is, they have some characteristics of graphical desktop applications. എന്താണ് റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ്? ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ ഉള്ള ഫങ്ഷനാലിറ്റീസും ഫീച്ചേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വെബ് ആപ്ലിക്കേഷൻസ്, അതിനെയാണ് നമ്മൾ RIAs അല്ലെങ്കിൽ റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻസിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെയുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്പോൺസീവ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് ഒന്നും ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. RIAs എന്ന് പറയുമ്പോൾ അതിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വെബ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതിനെയാണ് നമ്മൾ RIAs എന്ന് വിളിക്കുന്നത്. സോ RIAസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഡെലിവർ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് സിമിലർ ടു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിനെ പോലെ കൂടുതൽ നന്നായിട്ടുള്ള, കൂടുതൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. Built with powerful development tools, RIAs can run faster and be more engaging. അപ്പോൾ RIAs റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഒത്തിരി ടൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. അത് ഉപയോഗിച്ചാണ് നമ്മൾ റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ലൈക്ക് AngularJS, പിന്നെ ജാവ എഫക്ട്സ്, അതുപോലെ തന്നെ സിൽവർ ലൈറ്റ്, മൈക്രോസോഫ്റ്റ് സിൽവർ ലൈറ്റ്, അങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. A rich internet application is a web application designed to deliver the same features and functions normally associated with desktop applications. RIA is a web application or browser-based application which does not require additional software installation and runs independently on Sandbox. So, a rich internet application is a modern platform that which enables storing of text, images, audio or video in a user-friendly manner. So the websites with static HTML web pages are now transformed into new age rich internet applications that offers extended user interactions, more user interactive or more responsibilities. And also the rich internet applications runs on the user's web browser in the form of plugins, in the form of lightweight plugins, and it usually does not require any software installation on the client side to work. And also, moreover, they are not only machine independent, but also they are capable of running over any operating system. അവർ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അത് മാത്രമല്ല, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും they can run. Then what is Sandbox? We all know that a rich internet application runs inside any browser. But however, some of these applications work on some of these applications run on specific browsers only and run preferably inside an isolated environment. So these type of applications or these isolated environment is called a sandbox. That is, some rich internet applications runs on specific browsers, or they run only in an isolated environment. That applications are known as sandbox.
Rich internet applications are crown jewels for any browser. These applications help the developers to make a website more attractive, interactive, and rich in features. RIA development has become the basic marketing philosophy for many business. ഇനി നമുക്ക് ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻസും റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസും തമ്മിലുള്ളൊരു ഡിഫറൻസ് നോക്കാം. കാരണം ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻസ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ്റേതുപോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. അതിനുശേഷം അത് കുറച്ചുകൂടെ മോഡേൺ ആയി റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് ആയി. റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ ആയപ്പോൾ എന്താ സംഭവിച്ചത്? ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെയുള്ള ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് പോലെ കുറച്ചുകൂടെ അട്രാക്റ്റീവും യൂസർ ഫ്രണ്ട്ലിയും ആകാൻ റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസിന് പറ്റി. അപ്പോൾ ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻസും റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. Rich internet applications are interaction based. The main difference between the traditional website and the rich internet application is based on the richness of assets. Richness of assets. That means the rich internet applications has more rich assets like audio, video, graphic, transitions and effects like that. But in the case of traditional web applications, it is based on text. The traditional web applications are text based. The rich internet applications can provide variety of functions. What does it mean? ഈ റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് RIAs ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? വി യൂസ് പവർഫുൾ ടെക്നോളജീസ് ലൈക്ക് ആംഗുലർ, JS, JavaFX അങ്ങനെയുള്ള പവർഫുൾ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നത്. സോ ദേ ക്യാൻ പ്രൊവൈഡ് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് that are beyond the scope of traditional web pages. ട്രഡീഷണൽ വെബ് പേജസിന് അങ്ങനെയുള്ള വെറൈറ്റി ഫങ്ഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, അതൊരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ അല്ല, പക്ഷേ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലേ? അടുത്തത് റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത് അസിൻക്രണസ് റിക്വസ്റ്റസ് ആണ്. അസിൻക്രണസ് റിക്വസ്റ്റസ്. അതേസമയം ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത് സിൻക്രണസ് റിക്വസ്റ്റസ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ട്രഡീഷണൽ വെബ് പേജിൽ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ whenever we ask for something, an HTTP request is sent to the server, and then we have to wait for the response from the server. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻട്രാക്ഷൻ നടത്തി, നമ്മുടെ വെബ് പേജുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ നടത്തിയാൽ ഒരു HTTP റിക്വസ്റ്റ്, ആ ഇൻട്രാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു HTTP റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ആവും. ആൻഡ് ദെൻ വി ആർ വെയിറ്റിംഗ്. ആ റെസ്പോൺസ് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന അത് പുതിയ റെസ്പോൺസ് വരുമ്പോഴത്തേക്കിന് ദ ഹോൾ പേജ്, ദ എൻറ്റയർ പേജ് റീലോഡ് ചെയ്യും. അപ്പം അങ്ങനെ റീലോഡ് ചെയ്ത് വരുന്നത് വരെ നമുക്ക് വേറൊരു ഇൻട്രാക്ഷൻ നടത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത്, ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തും ആവാം, ഒരു മൗസ് ഓവർ ആവാം, അല്ലെങ്കിൽ ക്ലിക്കിങ് ആവാം, അങ്ങനെ കുറേ ടൈപ്പ് ഇൻട്രാക്ഷൻസ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ഇൻട്രാക്ഷൻ യൂസർ പെർഫോം ചെയ്താൽ റിക്വസ്റ്റ് പോകും സെർവറിലേക്ക്, HTTP റിക്വസ്റ്റ് പോകും. ദെൻ ആ റിക്വസ്റ്റിനെ സെർവർ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് റെസ്പോൺസ് അയക്കുന്നത് വരെ അയച്ച് കഴിയുമ്പോൾ ഫുൾ പേജ് റീലോഡായി നമ്മളെ ആ റെസ്പോൺസ് കാണിക്കും. അങ്ങനെ ആ ഫുൾ പേജ് റീലോഡ് ആവുന്നത് വരെ നമുക്ക് വേറൊരു ഇൻട്രാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേറൊരു റിക്വസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. സോ ദിസ് ക്രിയേറ്റ്സ് ആൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ യൂസബിലിറ്റി ഓഫ് ദ ആപ്ലിക്കേഷൻ. അതേസമയം RIA, റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസിൽ അസിൻക്രണസ് റിക്വസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. That means it uses asynchronous communication method.
without reloading the whole page, we can have all the data from the server. So it makes the application faster, more efficient and user friendly. അതായത് ഒരു റിക്വസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റിക്വസ്റ്റ് ഇപ്പോൾ നമ്മൾ യൂസർ ഏതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തു, എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ നടത്തി ഒരു റിക്വസ്റ്റ് പോയി, റിക്വസ്റ്റിനെ സെർവർ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തും യൂസറിന് മറ്റൊരു ഇൻട്രാക്ഷൻ നടത്താം. മറ്റൊരു ഇൻട്രാക്ഷൻ നടത്തുമ്പോൾ വേറൊരു റിക്വസ്റ്റ് കൂടി ജനറേറ്റ് ആകും. ഈ റിക്വസ്റ്റിനെയൊക്കെ പാരലൽ ആയിട്ടാണ് സെർവറിൽ റൺ ചെയ്യുന്നത്. എത്ര നമ്പർ ഓഫ് ഇൻട്രാക്ഷൻസ് വേണമെങ്കിലും അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് റിക്വസ്റ്റ് വേണമെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്യാം. ഇനി സെർവറിൽ നിന്ന് തിരിച്ച് റെസ്പോൺസ് വരുമ്പോൾ ഹോൾ പേജ് റീലോഡ് ആകുന്നതിന് പകരം പർട്ടിക്കുലർ പാർട്ട്, അതായത് വരുന്ന റെസ്പോൺസ് വെച്ചിട്ട് ഏത് പാർട്ടാണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ പാർട്ട് മാത്രമേ എൻ്റയർ പേജിൽ, എക്സിസ്റ്റിംഗ് പേജിൽ അപ്ഡേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഒരു റിക്വസ്റ്റ് നമ്മൾ ഒരു ഇൻട്രാക്ഷൻ നടത്തി ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തു, ഒരു റിക്വസ്റ്റ് ഉണ്ടായി, അത് സെർവറിൽ ചെന്നത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്തും എനിക്ക് വേറെ ഇൻട്രാക്ഷൻസ് പേജിൽ നടത്താൻ പറ്റും. പേജ് അൺഅവൈലബിൾ ആകുന്നില്ല. അതേസമയം ട്രഡീഷണൽ വെബ് പേജിൽ പേജ് ബ്ലാങ്ക് ആവും, പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അത് പുതിയത് റീലോഡ് ആകുന്നത് വരെ. ഇവിടെ പേജ് ബ്ലാങ്ക് ആവുന്നില്ല, എക്സിസ്റ്റിംഗ് പേജ് നമുക്ക് പിന്നെയും അവൈലബിൾ ആണ് ഫർദർ ഇൻട്രാക്ഷൻസിന്. ഇപ്പോൾ ഫർദർ ഇൻട്രാക്ഷൻസ് നടത്തുമ്പോൾ പിന്നെയും റിക്വസ്റ്റസ് ക്രിയേറ്റ് ആകും. ആ റിക്വസ്റ്റസ് പിന്നെയും സെർവറിലേക്ക് പോകും. സെർവർ അതിനെ പാരലലായിട്ട് പ്രോസസ്സ് ചെയ്യും, ദെൻ ഇൻഡിപെൻഡൻ്റ്ലി പ്രോസസ്സ് ചെയ്യും. തിരിച്ച് റെസ്പോൺസ് വരുന്ന അനുസരിച്ച് ഓൺലി സം പാർട്ട്, ആവശ്യമുള്ള പാർട്ട് മാത്രം പേജിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും, വിത്തൗട്ട് റീലോഡിങ് ദ എൻറ്റയർ പേജ്. ഇനി ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻസിൽ ദ സെർവർ ഹാസ് ടു ക്യാരി ഔട്ട് ഹെവി വർക്ക്ലോഡ്സ്. സെഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന, സെഷൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുക, റെസ്പോൺസ് ടെക്സ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള എല്ലാ വർക്കും സെർവറിൽ. അതേസമയം റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസിൽ വന്നപ്പോൾ ഇറ്റ് ഈസ് എക്സിക്യൂട്ടിംഗ് മോസ്റ്റ് ഓഫ് ദി ഫങ്ഷൻസ് ലോക്കലി ബൈ ഇൻസ്റ്റാളിങ് എ ബ്രൗസർ പ്ലഗിൻ. അപ്പോൾ ഇതൊക്കെയാണ് ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻസും റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നുകൂടെ പറയാം, ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻസിന് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ ഉള്ള ഫങ്ഷനാലിറ്റീസും ഫീച്ചേഴ്സും ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻസ് അത്ര റെസ്പോൺസീവ്, ഇൻട്രാക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. അതേസമയം റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ ഉള്ള ഫീച്ചേഴ്സിനെയും ഫങ്ഷനാലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വെബ് ആപ്ലിക്കേഷൻസാണ് റിച്ച് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് പവർഫുൾ ആയിട്ടുള്ള ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൽവർ ലൈറ്റ്, ജാവ എഫ്എക്സ്, ദെൻ ആംഗുലർ JS, ഇതൊക്കെയാണ് ടൂൾസിൻ്റെ എക്സാമ്പിൾ.